റബ്ബർ കർഷക പ്രതിസന്ധിയിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ് പ്രതിപക്ഷം. റബ്ബറിന്റെ താങ്ങുവില 300 രൂപയായി ഉയർത്താൻ നടപടിയെടുക്കാത്തത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് ആവശ്യം. മോൻ ജോസഫ് MLA ആണ് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയത്. വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, തുടർച്ചയായി 3-ാം ദിവസമാണ് വ്യത്യസ്ത സാമ്പത്തിക വിഷയങ്ങളിന്മേൽ സഭയിൽ അടിയന്തര പ്രമേയത്തിലുള്ള നോട്ടീസുകൾ നൽകുന്നത്. ആദ്യ ദിവസം പെൻഷൻ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു. ഇന്നലെ ധനപ്രതിസന്ധി. ഇന്നിപ്പോൾ ഇതാ റബ്ബർ കർഷകർക്ക് വിലസ്ഥിരതാ ഫണ്ടിൽ 300 രൂപ മിനിമം വില നൽകണം എന്നത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഇനി ഭരണപക്ഷം ഈ അടിയന്തര പ്രമേയ നോട്ടീസിനോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ സാധ്യതയുള്ളത്? അരുൺ, ഉൽപാദന ചെലവിന്റെ വർധനവും വിലത്തകർച്ചയും മൂലം കേരളത്തിലെ റബ്ബർ കർഷകർ കടുത്ത പ്രതിസന്ധി നേരിടുന്ന സാഹചര്യം ചൂണ്ടിക്കാണിച്ചാണ് പ്രതിപക്ഷത്ത് നിന്ന് മോൻസ് ജോസഫ് MLA അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. കടുത്ത പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ റബ്ബറിന് താങ്ങുവില 300 രൂപയായി ഉയർത്താൻ സർക്കാർ നടപടി സ്വീകരിക്കണമായിരുന്നു. എന്നാൽ അത്തരമൊരു നടപടി സ്വീകരിക്കാത്ത മൂലം കർഷകർക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെപ്പറ്റി സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ചട്ടം 50 പ്രകാരം പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. കേരള കോൺഗ്രസ് ജെയുടെ MLA കടുത്തുരുത്തി MLA മോൻസ് ജോസഫാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയത്. നേരത്തെ ഈ കർഷക മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പൊതുവായി ഉന്നയിക്കാനുള്ള ധാരണയുണ്ടായിരുന്നു. എന്തായാലും റബ്ബർ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അടിയന്തര പ്രമേയ നോട്ടീസാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കൃഷിമന്ത്രി P. പ്രസാദ് ആയിരിക്കും അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി പറയുക. റബ്ബർ വിലസ്ഥിരതാ ഫണ്ടിൻ്റെ കുടിശ്ശിക നേരത്തെ ഉണ്ടായിരുന്നു. നവകേരള സമയത്ത് കുറച്ച് പണം കൊടുത്തു തീർക്കാൻ സർക്കാർ നടപടിയായി. എങ്കിലും ഈ റബ്ബർ വിലസ്ഥിരതാ ഫണ്ടിൻ്റെ കുടിശ്ശിക ഇപ്പോഴുമുണ്ട്. മാത്രമല്ല, റബ്ബറിൻ്റെ വിലസ്ഥിരതാ ഫണ്ടിൻ്റെ ഈ തുക ആനുപാതികമായിട്ടുള്ള ചെലവിന് ആനുപാതികമല്ല എന്ന് കർഷകർക്ക് വിമർശനമുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ സഭയിൽ വരും. എന്തായാലും റബ്ബർ കർഷകരെ സഹായിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സംസ്ഥാന സർക്കാർ ചെയ്തു എന്ന വാദമായിരിക്കും സർക്കാരും കൃഷി വകുപ്പ് ഉയർത്താൻ പോകുന്നത്. മാത്രമല്ല, കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ സഹായങ്ങളൊന്നും ലഭിക്കുന്നില്ല. ഇത്തരത്തിലുള്ള പ്രതിസന്ധിയാണ് കർഷക മേഖലയെ, പൊതുവിൽ റബ്ബർ കർഷക മേഖലയെ ബാധിച്ചിരിക്കുന്നതെന്നാണ് സർക്കാരിൻ്റെ വാദം. ശ്രീജിത്ത്, ക്ഷേമ പെൻഷൻ, ഇന്നലെ സാമ്പത്തിക പരാധീനത, ഇന്നിപ്പോൾ റബ്ബറിൻ്റെ താങ്ങുവില, എക്സാലോജിക്ക് വളരെ സജീവമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാൻ വെച്ചിരിക്കുകയാണ് UDF. എന്തുകൊണ്ടാണ് അതൊരു അടിയന്തര പ്രമേയമായി വരാത്തത്? നികേഷ്, ഇന്ന് അടിയന്തര പ്രമേയ നോട്ടീസിന് വിഷയമായി എക്സാലോജിക് വിഷയമായിരുന്നു ഇന്നലെ രാത്രി UDF ക്യാമ്പിൽ ധാരണയായത്. എന്നാൽ രാത്രി പിന്നീട് ഒരു വിചിന്തനത്തിൻ്റെ ഭാഗമായി എക്സാലോജിക് വിഷയം മാറ്റുകയായിരുന്നു. എന്തായാലും ഈ സഭാ സമ്മേളനത്തിൽ തന്നെ എക്സാലോജിക് വിഷയം ഉന്നയിക്കുമെന്നാണ് UDF ക്യാമ്പ് പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസടക്കം വ്യക്തമാക്കുന്നത്. ഇന്നലെ എക്സാലോജിക്കിൽ ഈ കർണാടക കമ്പനി രജിസ്ട്രാർ ഓഫ് കമ്പനിയുടെ റിപ്പോർട്ട് ഉയർത്തിക്കാട്ടിക്കൊണ്ട് ചർച്ച ആവശ്യപ്പെട്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാനായിരുന്നു ധാരണ. മാത്രമല്ല, മാത്യു കൊള്ളാടൻ തന്നെ ഈ വിഷയം അവതരിപ്പിക്കാനുള്ള നീക്കവും ഉണ്ടായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി ഈ വിഷയം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വിഷയത്തിന് മാറിക്കൊടുക്കുകയായിരുന്നു. ഇതടക്കമുള്ള, അതായത് ജനകീയ വിഷയങ്ങൾക്ക് ആദ്യം ഈ സഭാതലത്തിൽ പ്രാമുഖ്യം നൽകിയ ശേഷം മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് വരാം എന്ന ഒരു ധാരണ, അത്തരമൊരു അഭിപ്രായം UDF നേതൃത്വത്തിലുണ്ട്. ഈ അഭിപ്രായം കണക്കിലെടുത്താവണം ഒരുപക്ഷേ ഇന്ന് എടുക്കാൻ നിശ്ചയിച്ചിരുന്ന എക്സാലോജിക് വിഷയം മാറ്റിവെച്ചതെന്നാണ് കരുതുന്നത്. ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.